ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. നമ്മൾ അസർബൈജാൻ വന്നിട്ട് നിസാമി സ്ട്രീറ്റിൻ്റെ തൊട്ടടുത്തുള്ള പാസേജ് ഹോട്ടലിലാണല്ലോ താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 ദിവസം ഗ്രൗണ്ട് ഫ്ലോറിലുള്ളൊരു റൂമിലായിരുന്നു താമസിച്ചിരുന്നത്. റൂം വളരെ സ്പേഷ്യസ് ആണ്, പക്ഷേ നമുക്ക് വ്യൂസ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ അപ്സ്റ്റെയറിലേക്ക് മാറാണ്. അപ്പോൾ ഞാൻ താമസിച്ച റൂമിൻ്റെ കാഴ്ച നമുക്കത് കാണാം. ഗൈസ് കണ്ടോ, ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇതാട്ടോ നമ്മുടെ റൂം. ഇതൊരു ഡ്യൂപ്ലെക്സ് റൂമാണ്. പക്ഷെ നമ്മൾ ഇവിടുന്ന് മാറാനായിട്ട് കുറച്ച് കാരണങ്ങളുണ്ട്. അത് നമ്മൾ വഴി പറയാം. പക്ഷേ വലിയൊരു സോഫ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റൂം സ്യൂട്ടബിൾ ആവുക എന്താ പറയുക, ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് വരാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ സ്യൂട്ടബിൾ ആയിരിക്കും കേട്ടോ. അത്യാവശ്യം വിശാലമായ ഒരു എന്താ പറയുക വാഷ്റൂമുണ്ട് ഇവിടെ. ഓക്കെ, പിന്നെ വന്നിട്ട് ഇവിടെ ആകെ ഇത്ര സ്പേസ് വന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ ഒരു കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ റൂമുകളൊക്കെ മുകളിലാട്ടോ. നമുക്ക് മുകളിലുള്ള കാഴ്ചകൾ കാണാം. ഇപ്പോൾ 5 or 6 ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടിച്ച് പൊളിക്കാനായിട്ട് ചില്ല് ചെയ്യാനായിട്ട് വരാണെന്നുണ്ടെങ്കിൽ റൂം സ്യൂട്ടബിൾ ആയിരിക്കും കേട്ടോ. വിശാലമായ റൂമാണ്. ഇവിടെ ആൾക്ക് കിടക്കാം, ഇവിടെ 2 പേർക്ക് കിടക്കാം. ഇവിടെയും 2 റൂമുണ്ട്. ഇതാണ് ഈ ഒരു റൂമിൻ്റെ ഒരു ആംബിയൻസ് വന്നിട്ടുള്ളത്. പക്ഷേ ഈ ഒരു റൂമിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ വെൻറ്റിലേഷൻ അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമുക്ക് പുറത്തോട്ടുള്ളൊരു വ്യൂ ഇല്ല. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് വാഷ്റൂമിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങി രാത്രി താഴേക്ക് പോകേണ്ടി വരും. അതാണ് ആകെയുള്ളൊരു പ്രോബ്ലമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ 2 ദിവസം ഇവിടെയാണ് താമസിച്ചത്. നമുക്ക് വേറെ റൂം അവർ റിസപ്ഷനിൽ നിന്ന് സെറ്റാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഡേ നമ്മൾ അവിടെ ആയിരിക്കും താമസിക്കുക കേട്ടോ. ഇതാണ് റൂമിൻ്റെ കാഴ്ചകൾ. ഈ പാസേജ് ഹോട്ടൽ അസർബൈജാനിലുള്ള ഓൾഡ് സിറ്റി നിസാമി സ്ട്രീറ്റിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ നമുക്ക് ഷോപ്പിംഗ് അതുപോലെ തന്നെ കറങ്ങാനൊക്കെ പോകാനായിട്ട് ഇത് വളരെ സ്യൂട്ടബിളായിട്ടുള്ള ഒരു ഹോട്ടലാട്ടോ. വളരെ കോപ്പറേറ്റീവായിട്ടുള്ള സ്റ്റാഫുകളൊക്കെയാണ് അവിടെ വരുന്നത്. ഇതാണ് ഈ ഒരു ഹോട്ടലിൻ്റെ റിസപ്ഷൻ ലോബി വന്നിട്ടുള്ളത്. സെയിം ബിൽഡിങ്ങിൽ തന്നെയാണ് നമ്മുടെ റൂം വന്നിട്ടുള്ളത്, പാസേജ് ഹോട്ടൽ. ഈ ഒരു റോഡ് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ നമുക്ക് നിസാമി സ്ട്രീറ്റായി. പാസേജ് ഹോട്ടൽ ശരിക്കും പറഞ്ഞാൽ വളരെ സ്യൂട്ടബിളാണ്. ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ താമസിക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്യൂട്ടബിളായിട്ടുള്ള ഒരു ഹോട്ടൽ തന്നെ കേട്ടോ. ഇതാണ് നമ്മൾ താമസിച്ച പാസേജ് ഹോട്ടൽ. ഇന്ന് ചെറുതായിട്ടൊരു ഡ്രിസിലിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് അത്യാവശ്യം ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. ഈ ഒരു വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓൾഡ് സിറ്റി നിസാമി സ്ട്രീറ്റിലേക്ക് എത്താം. ഇവിടെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ബിൽഡിംഗ് ഒക്കെ കേട്ടോ. ഇതാണ് നമ്മൾ താമസിക്കുന്ന പാസേജ് ഹോട്ടൽ. നമ്മുടെ കാർ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളപ്പോൾ ഇന്ന് പോകുന്നത് ഗുബിസ്ഥാനും അതുപോലെ തന്നെ അതുപോലെ മൗണ്ടെയിൻ, അതുപോലെ നമ്മൾ മഡ് വോൾക്കാനോ കാണാനായിട്ട് പോകുന്നത്. നമ്മളുടെ എൽനൂറിന് ചുമ പിടിച്ചേക്കാണ്. അപ്പോൾ എൽനൂറിൻ്റെ കൂടെ നമ്മളുടെ സെക്കൻഡ് ഡേ ഇൻ അസർബൈജാൻ. നമ്മളിപ്പോൾ ഓൾഡ് സിറ്റിയിലാണ്. കൂടുതൽ കാഴ്ചകൾ കാണാം ഗൈസ്. എന്താ ഈ റോഡിലൊരു മലയുടെ മുകളിൽ കൂടിയായിട്ടാണ് പോകുന്നത്. അത്യാവശ്യം നല്ല സ്ലോപ്പുള്ള റോഡുകളാണ്. കാണാൻ നല്ല വൈബാണ് സംഭവം. മഴയൊക്കെ പെയ്ത് അതുപോലെ തന്നെ ചെടികളുടെ ഇലകളൊക്കെ അങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ് മഞ്ഞായതുകൊണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു സിറ്റി. പണ്ടത്തൊക്കെ സിറ്റി നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കുവിലേക്ക് കണ്ട് നേരെ വരാം. ഇവിടെ നമ്മൾ ദുബായിൽ നിന്നൊക്കെ വരാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് സെയിം
എക്സ്പെൻസ് തന്നെ നമുക്കിവിടെ വരുന്നുണ്ട് കേട്ടോ. ആ ഒരു ലെവലുള്ള എക്സ്പെൻസ് തന്നെ ഇവിടെയും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഒരു എന്താ പറയുക, ഒരു ഹിച്ച് ഹൈക്ക് ചെയ്യാനോ അതുപോലെ തന്നെ ഒരു വളരെ എക്കണോമി ലെവലിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലമല്ല. അത്യാവശ്യം എക്സ്പെൻസീവാണ് അവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ ഓൾഡ് സിറ്റിയിൽ എന്തായാലും നമുക്ക് നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കാറിൽ തന്നെ വിഷ്വൽസൊക്കെ ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, ധാരാളം സ്മോക്കേഴ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. ചിലപ്പോൾ തണുപ്പ് ഉള്ളതുകൊണ്ടായിരിക്കാം, കണ്ടോ, ധാരാളം സ്മോക്കേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ പ്രീമിയം കാഴ്സുകളും ധാരാളം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പോലീസുകാരൊക്കെ യൂസ് ചെയ്യുന്നത് BMW കാറുകളാണ്. കൂടുതൽ കാറുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് BMW കാഴ്സാണ്. അതുപോലെ തന്നെ ധാരാളം ബാക്കു സിറ്റിയിൽ ധാരാളം ഹോട്ടൽസ് ഉണ്ട്. ധാരാളം ഹോട്ടൽസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ടൂറൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം മഴയൊക്കെ മാറുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓൾഡ് സിറ്റിയിൽ കൂടി ഒന്ന് നടക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പാർക്കുകളും ഇഷ്ടംപോലെ ഗ്രീൻ സ്പേസസ് കൊടുത്തിട്ടുണ്ട്. അതിമനോഹരമായ സിറ്റി കണ്ടോ. ഒരു മലയുടെ മുകളിൽ പണിതിട്ടുള്ളൊരു സിറ്റിയാണ്. കയറ്റങ്ങൾ ഇറക്കങ്ങൾ ഇത് തന്നെയാണ് സംഭവം. മഴയായതുകൊണ്ട് ഇന്ന് അത്യാവശ്യം ട്രാഫിക് ഉണ്ടെന്ന് കേട്ടോ നമ്മുടെ എണ്ണൂറ് പറയുന്നത്. എണ്ണൂറ് വേറെ ലെവൽ വൈബാണ്. നമ്മളെ വീഡിയോ ബ്ലോഗുകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ക്ലീനിങ് ഒക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ക്ലീൻ സിറ്റി ആട്ടോ. ദുബായ് പോലെ തന്നെ വളരെ ക്ലീൻ, നീറ്റ്, അതുപോലെ തന്നെ വളരെ സേഫ്റ്റി ഉള്ള സിറ്റിയാണെന്നാണ് എൽനൂർ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. കണ്ടോ, അകലെ നമുക്ക് അസർബൈജാൻ്റെ ഫ്ലാഗ് പറക്കുന്നത് കാണാം. ഇവിടുത്തെ കറൻസി മനാത്താണ്. ഒരു മനാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 2 ദിർഹം നമുക്ക് കൊടുത്താലേ ഒരു മനാത്ത് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ദുബായിൽ നിന്ന് വരാണെന്നുണ്ടെങ്കിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ അത് നോക്കിയിട്ട് വേണം സ്പെൻഡ് ചെയ്യാൻ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഷോർട്ടായി പോകും. അതുപോലെ തന്നെ ഈ അസർബൈജാൻ്റെ ബോർഡർ കൺട്രികളാണ് ജോർജിയ, അർമേനിയ വരുന്നത്. ഈ ഒരു കൺട്രിയുടെ ഒരു സൈഡ് മൊത്തം മലകളാണ്, കക്കേഷ്യൻ മൗണ്ടൻസും. ഒരു സൈഡ് കാസ്പിയൻ സീ ആണ് ഇതിനെ ബോർഡർ ചെയ്ത് വരുന്നത്. കാസ്പിയൻ സീ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ബിഗ്ഗസ്റ്റ് ലേക്ക് ഇൻ ദ വേൾഡാണ്. ഇപ്പോൾ ടെമ്പറേച്ചർ 6 ഡിഗ്രി സെൽഷ്യസ് ആണ്. നല്ല ചില്ലിങ് ടെമ്പറേച്ചറാണ്, വെതറാണ്. വിൻഡി അല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം താങ്ങാവുന്ന തണുപ്പേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചകൾ കാണാം. വലിയൊരു ഫ്ലാഗാണ്. അതിൻ്റെ അപ്പുറത്ത് കാസ്പിയൻ സീ ആണ്. അപ്പോൾ നമ്മൾ ഖുബുസ്ഥാൻ ലക്ഷ്യമാക്കിക്കൊണ്ട് അങ്ങനെ യാത്ര ചെയ്യണം. കണ്ടോ, ഈ മലകളിൽ മൊത്തം വീടുകൾ പണിതേക്കാണ്. ഹെവി വൈബാട്ടോ അത് കാണാനായിട്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഈ മലകളിലൊക്കെ ഉണ്ടാക്കി നിറച്ച് വീടുകളാണ്. അപ്പോൾ നമുക്ക് മഡ് വോൾക്കാനോൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് യാത്ര ചെയ്യാം. ഗൈസ്, നമ്മളെ എൽനൂർ എന്ന് പറഞ്ഞ
അസർബൈജാനിലൊരു ചങ്ങാതിയാണ് നമ്മൾ മൊത്തം സ്ഥലങ്ങൾ കാണിക്കുന്നത്. അത്യാവശ്യം ഹെവി വൈബായിട്ടുള്ള ഒരാളാട്ടോ, വളരെ ഫ്രണ്ട്ലിയാണ് ആളുടെ മെഴ്സഡസ് ബെൻസിലാണ് നമ്മൾ 3 ദിവസം ഇവിടെ കറക്കുന്നത്. ഇവിടെ കാസ്പിയൻ സീ ഗൈസ്, മഞ്ഞ് വന്ന് മൂടിയേക്കാണ്. Idź na brat, tu mam dogadać z msiącie. നമ്മളങ്ങനെ ഗുബുസ്ഥാനിലേക്ക് എത്തിട്ടോ. İtim balasıdır. Böyle salatım yanında. Şah valide, qara sprinter. പോലീസിന്റെ ഒരു ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട് Ben ഇവിടെ. Red Bull alıp gətirib. İkisini içmişəm, hələ ayırmıram. Gedəmin bu. നമ്മളിപ്പോ ഒരു മൗണ്ടൈന് അടുത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ധാരാളം ചെടികളും മരങ്ങളൊക്കെ ഇവർ നട്ടു വളർത്തുന്നുണ്ട് കേട്ടോ. ഈ ചുറ്റുവട്ടത്തൊക്കെ നോക്കി കംപ്ലീറ്റ് തരിശ് ഏരിയയാണ്. അതുകൊണ്ട് ഇവിടെയൊക്കെ മരങ്ങൾ ഇവർ നട്ടു വളർത്തി കുറച്ച് ഗ്രീൻ സ്പേസ് ആക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ഭാഗത്തുനിന്ന് ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ ധാരാളം ആർക്കിയോളജിക്കൽ സൈറ്റ്സ് അതുപോലെ തന്നെ ഗവൺമെൻറ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുള്ളൊരു സ്ഥലമാണത്. നമുക്ക് കൂടുതൽ കാഴ്ചകൾ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ നമ്മൾ തിരിക്കുന്നു ഗുബുസ്ഥാൻ. ഗൈസ്, ഇവിടെ എൻട്രി ടിക്കറ്റ് ഉണ്ട് കേട്ടോ. ഒരാൾക്ക് 15 മനാത്താണ് ഗുബുസ്ഥാനിലേക്കുള്ള എൻട്രി ടിക്കറ്റ്. അപ്പോൾ കൂടുതൽ കാഴ്ചകളിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. ഗൈസ്, ഇത്ര ആൾക്കാരുണ്ടാവും ഞാൻ കരുതിയില്ല കേട്ടോ. ധാരാളം ആൾക്കാരുണ്ട് ഗൈസ്. അപ്പം നമ്മൾ ഗുബുസ്ഥാനിലെത്തിയിട്ടുണ്ട് കേട്ടോ. കൂടുതൽ കാഴ്ചകൾ നമുക്ക് കാണാം. സംഭവം എന്താണെന്ന് എനിക്കും വ്യക്തമായിട്ടില്ല. മൗണ്ടൻ വോൾക്കാനോ ഉണ്ടെന്നാണ് പറഞ്ഞത്. ധാരാളം കാറുകളും ബസ്സുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ എന്നുള്ളത്. അത്യാവശ്യം ടെമ്പറേച്ചറൊക്കെ വളരെ താഴ്ന്ന് കിടക്കാം കേട്ടോ. 5 ഡിഗ്രിയിലൊക്കെ താഴെയാണ്. നല്ല തണുപ്പുണ്ട്, ചെറിയൊരു ഡ്രിസിലിംഗും ഉണ്ട്. ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. കണ്ടവിടെ കേവ്സ് കാണാൻ കേട്ടോ. നമുക്ക് നോ എൻട്രി എഴുതിയിട്ടുണ്ട് കേട്ടോ അവിടെ. അവിടെ എന്തോ സംഭവങ്ങളുണ്ട് കേട്ടോ ഗൈസ്.
ഇത് അനാറിൻ്റെ ചെടി കേട്ടോ. കുറേ പേര് ഇവിടെ നിന്നിട്ട് എന്തൊക്കെയോ നോക്കുന്നുണ്ടായിരുന്നു. ഇവിടെ സത്യത്തിലൊന്നും കാണാനില്ല. ആദിമ മനുഷ്യരൊക്കെ താമസിച്ച സ്ഥലങ്ങളാണെന്ന് കേട്ടോ പറയുന്നത്. ഇവിടെ ഈ കേവ്സിലൊക്കെ ഇവരൊക്കെ താമസിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ഈ ഒരു പാറയുടെ മുകളിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കാസ്പിയൻ സീ കാണുന്നൊക്കെ അവിടെ. ഗൈസ്, നമ്മളുടെ അസർബൈജാനിലുള്ള മീശപ്പുലിമട. എന്തൊക്കെയോ സംഭവം കാണണം കേട്ടോ. എന്താന്ന് വ്യക്തമല്ല. ഗൈസ്, ഇവിടെ മൊത്തം കേവ്സ് ആണ്. ഗൈസ്, ഇവിടെ ഒരു കേവ് ഉണ്ടെന്ന് കേട്ടോ തോന്നുന്നത്. നമുക്കപ്പോൾ കേവിലേക്കൊന്ന് യാത്ര ചെയ്യാം. പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല തണുപ്പാണ് ഗൈസ്. ഗൈസ്, പുരാതന മനുഷ്യര് താമസിച്ചിട്ടുള്ള സ്ഥലമാണെന്നാട്ടോ പറയുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ കൂടുതൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ കാർവിങ്സ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് ശരിക്ക് സൂക്ഷിച്ച് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. അത്യാവശ്യം വൈബുള്ളൊരു സ്ഥലമാണ്. പിന്നെ ഇവിടെ നിന്ന് കുഴിച്ചെടുത്തിട്ട് കിട്ടിയിട്ടുള്ള കുറേ സാധനങ്ങളുടെ പിക്ചേഴ്സൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹായ് ഗൈസ്, വേറെ വൈബാട്ടോടെ ഇതൊരു കേവാണ്. പണ്ട് ആദിമ മനുഷ്യർ താമസിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു കേവാണിത്. അപ്പോൾ അവരുടെ കുറേ ഐറ്റംസ്, അവർ യൂസ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഇവർ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്താണ് നമ്മളുള്ളത്. പുസ്തകം കണ്ടോ? ഇയാൾ കണ്ടോ? ഇയാൾ കണ്ടോ? ഇയാൾ ഫോക്സ് ആണെന്ന് തോന്നുന്നു. ഈ കേവിൻ്റെ ഉള്ളിൽ വന്ന് വിട്ടേക്കുന്നതാണ്. ഇയാൾ കണ്ടോ? ഇയാൾ കണ്ടോ? കുബിസ്ഥാനിൻ്റെ ഉടമയാണ്. ഇപ്പം ഈ ഒരു കേവിൻ്റെ ഉടമ ഈ നിൽക്കുന്ന ആളാട്ടോ. ഈ നിൽക്കുന്ന ആള് ഞാനൊന്ന് ഫോക്കസ് ചെയ്ത്. ഇനി നമുക്ക് അടുത്ത സ്പോട്ടിൽ പിടിക്കാം. ധാരാളം ആൾക്കാർ തന്നെ ഉണ്ട് കേട്ടോ അവിടെ. വേറെ ലെവൽ വൈബാണ്. അപ്പോൾ നമ്മളിപ്പോൾ കുബിസ്ഥാനിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ആർക്കിയോളജിക്കൽ സൈറ്റ് ആട്ടോ. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അതിനെ ആധികാരികമായിട്ട് നമ്മൾ ഒന്നും സംസാരിക്കുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞൊക്കെ ചിലപ്പോൾ തെറ്റായി പോകും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഇൻ്റർനെറ്റിൽ ഇതിൻ്റെ ഉണ്ട്. ഇതിൻ്റെ കൂടുതൽ മനോഹരമായ കാഴ്ചകളിലേക്ക് നമുക്ക് കാണാം. ഓരോ സ്ഥലങ്ങൾ നമ്മൾ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇത് ആർക്കിയോളജിക്കൽ സ്റ്റുഡൻസ്, അതുപോലെ തന്നെ ഇതേപോലുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് വളരെ എക്സൈറ്റിംഗ് ആയിരിക്കും കേട്ടോ.
അന്ന് ഉള്ള ആൾക്കാർ ചെയ്തു വെച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഗൈസ് ഇവിടെ നിന്നുള്ള വ്യൂ നോക്ക് ഗൈസ്. എൻ്റെ അമ്പോ, കാസ്പിയൻ സീ കാണാം നമുക്ക്. ആ കാണുന്നത് കാസ്പിയൻ സീ. ഒരു സ്ട്രെച്ച് ഓഫ് ബിൽഡിങ്സ്, ചെറിയ വീടുകളൊക്കെ നമുക്ക് കാണാം. ഖുബിസ്ഥാനിൽ എന്താ പറയുക, ആൾക്കാർ വന്നിട്ടുള്ള ആൾക്കാരുടെയൊക്കെ കാണാം. ഇഷ്ടംപോലെ ആൾക്കാർ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. വേറെ ലെവൽ ഗൈസ്. പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യം ഗൈസ്, കണ്ടോ 2 കാട്ടുപോത്തുകൾ അവിടെ വരച്ചു വെച്ചിട്ടുണ്ടോ? അതവിടെ കാട്ടുപോത്ത്. നിങ്ങൾ ശരിക്കും നോക്കാൻ തന്നെ കാട്ടുപോത്തുകളെ കാണാം, 2 എണ്ണം. കേവ്സിൻ്റെ കളികളാട്ടോ കേസ്. എന്തൊക്കെയോ ചെടികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. കേവ്സിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഫോക്സിൻ്റെ വിളയാട്ടമാണ്. അതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ അടച്ചു വെച്ചേക്കാണ്. ഉള്ളിലേക്ക് കയറാൻ പറ്റുന്ന ഏരിയകളൊക്കെ ഇവർ അടച്ചു വെച്ചേക്കാണ് കേസ്. അടുത്ത ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. പാമ്പുകളുണ്ടെന്നാണ് പറയുന്നത്. പാമ്പിൻ്റെ ഒക്കെ ഫോട്ടോ വരച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ. But without the facial features. The lower part, that's the breast, the ribs, the belly, and then below that, that's the bottom. See, that's how we identify it. And then if you want to see it clearly over there, you can see it. ഗൈസ് ഫുള്ള് നമുക്ക് ഗൈസ്. ഇപ്പോൾ ഖുബിസ്ഥാൻ്റെ കാഴ്ചകൾ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. സൈറ്റാണ്, ഒരു മൗണ്ടനാണ് ശരിക്കും. ആദിവാസികൾക്ക് താമസിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലമാണ്. ബാക്കിലാണ് കാണുന്നതൊക്കെ ഒരു തരിശ് ഏരിയയാണ്. ഇവിടെ ഒന്നുമില്ല. കണ്ണെത്താ ദൂരത്ത് ഒരു സംഭവം ഇവിടെ കാണാൻ നമുക്ക് കഴിയുന്നില്ല. കാസ്പിയൻ സീ നമുക്ക് അവിടെ കാണാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ്. ഇവിടെ ഖുബിസ്ഥാനിലുള്ള ക്യാറ്റ്സ് ആട്ടോ. ഫുൾ ബ്ലാക്ക് ആണ്, ബ്ലാക്കി. ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ഇവന്മാർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗവൺമെൻറ് അത്യാവശ്യം ഹെവി വൈബായിട്ടാണ് അവിടെ നിൽക്കുന്നത്. നമ്മളിവിടെ അസർബൈജാനിലെ കുറേ ആൾക്കാരെ നമ്മൾ പരിചയപ്പെട്ടു കേട്ടോ. Yeah. Subscribe to Yes. One more time. Subscribe to Rihad Raj. Okay. Subscribe to Rihad Raj. Okay, thank you. Can you subscribe? Yeah, sure. Subscribe. Rihad Raj, huh? Yeah. TZ. Trips by Riyaz. Trips Riyaz Raj, huh? Yeah. അങ്ങനെ നമ്മുടെ ഖുബിസ്ഥാൻ്റെ യാത്രകൾ കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയിപ്പോൾ മഡ് വോൾക്കാനോയിലേക്ക് പോകട്ടോ. വേറെ ലെവൽ ആംബിയൻസ് ആണ് ഇവിടെ. മൗണ്ടൻ്റെ മുകളിലാണ് ഖുബിസ്ഥാൻ. കാസ്പിയൻ സീ എല്ലാം കാണാം നമുക്ക്. അതായത് നമ്മൾ ഖുബിസ്ഥാനിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ
ഇതൊക്കെ നേരിട്ട് കണ്ടാൽ അതിനൊരു ഫീൽ കിട്ടുള്ളൂ. ആർക്കിയോളജിക്കൽ സ്റ്റഡി ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ തന്നെ അതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് പറ്റിയൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ നേച്ചർ ലവേഴ്സിനും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണത്. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അത് എൻ്റെ ഒരു ഡെപ്തിൽ നമുക്ക് എന്തായാലും കിട്ടില്ല. അപ്പോൾ നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ, അസർബൈജാൻ വരികയാണെന്നുണ്ടെങ്കിൽ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. വൺസ് Kardeşin ana. Alo. നമ്മൾ ആ ഒരു വഴി കൂടിയാണ് വന്നത്. ഇപ്പം നമ്മൾ പോകുന്നത് മഡ് വോൾക്കാനോയാണ്. മഡ് വോൾക്കാനോയിൽ വലിയ കാറുകൾ പോവില്ല. അപ്പോൾ നമ്മൾ ഓഫ് റോഡ് കുറേ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു 50 മനാത്ത് കൊടുത്തിട്ടാണ് നമ്മൾ മഡ് വോൾക്കാനോയിൽ വേറൊരു കാറിൽ പോകുന്നത്. അപ്പോൾ കാഴ്ചകൾ നമുക്ക് കാണാം. Turist extra car. അപ്പോൾ നമ്മൾ മഡ് വോൾക്കാനോ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. എനിക്ക് കാലുമ്പോൾ നോക്കി, ഇവിടെ മൊത്തം മഡാണ്. വോൾക്കാനോ എന്ന് വരുന്ന മഡാണ്. അപ്പം നമ്മൾ പോകുന്നത് കണ്ടോ, ഇതുപോലുള്ള ലാഡ കാറിലാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ കാർ ഇത് ഇവിടെ കിടക്കുന്നുണ്ട്. ഈ കാറ് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ലാഡ കാറിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കൂടുതൽ അടിപൊളി കാഴ്ചകൾ അപ്പോൾ നമുക്ക് കാണാം. ഗൈസ്, അപ്പോൾ ഈ ഒരു ലാഡ കാറിലാട്ടോ നമ്മൾ പോകുന്നത്. ഈ വെള്ള കളറിൻ്റെ മറ്റൊരു വകഭേദം. ഹായ് ഗൈസ്, നമ്മൾ മഡ് വോൾക്കാനോ കാണാൻ വേണ്ടി പോവാണ്. റോഡൊക്കെ പൊളിച്ചടക്കിയേക്കാണ് ഇവിടെ. നമ്മൾ അസർബൈജാനിലുള്ള ഈ ഒരു അപ്പൂപ്പൻ്റെ ലാഡ കാറിൽ ആണ് നമ്മൾ യാത്ര ചെയ്യുന്നത് കേട്ടോ. 3 ഗിയറാണ് ഇതിലുള്ളത്. ഈ ഗിയറുണ്ട്, പിന്നെ 2 more ഗിയേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓഫ് റോഡാണ് മൊത്തം. ഇവിടെ അസർബൈജാനിൽ ഓഫ് റോഡ് യാത്രകൾക്ക് കൂടുതൽ ഇവർ പ്രിഫർ ചെയ്യുന്ന കാറാട്ടോ ലാദ കാറുകൾ. നമ്മുടെ ഓപ്പോസിറ്റ് ഇതേ ഒരു കാർ നിന്നു, അതും ലാദ കാർ തന്നെയാണ്. അപ്പോൾ ലാദ കാറിൽ വെച്ചലക്കാട്ടോ, വെച്ചട്ടക്കാണ് ആള്. ഓഫ് റോഡിൽ കൂടെയൊക്കെയാണ് പോകുന്നത്. ലക്ഷ്യമായിക്കൊണ്ട് നമ്മൾ യാത്രയാണ് സുഹൃത്തുക്കളെ. നമ്മള് ഈ അപ്പൂപ്പൻ്റെ ലാദ കാറിൽ മഡ് വോൾക്കാനോയിലേക്ക് പോവാണ്. കുറെ നാളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു ഒരു ലാദ കാറിൽ യാത്ര ചെയ്യണം എന്നുള്ളത്. ആ ഒരു ആഗ്രഹം ഈ ഒരു യാത്രയിൽ നിറവേറാൻ പറ്റി. അത്യാവശ്യം ഹൈ പെർഫോമൻസ് ഉള്ളൊരു ഓഫ് റോഡ് വെഹിക്കിളാണ്. ഇതൊരു 4-wheel ഡ്രൈവാണ്. ഇവരുടെ മാനുവലാണ്. നമ്മൾ ജനിക്കുന്നതിനേക്കാളും മുമ്പൊക്കെ ഡിസ്കണ്ടിന്യൂ ആയി പോയിട്ടുള്ള കാറുകളാണ്. പുതിയ മോഡലുകൾ വരുന്നുണ്ട്. ബട്ട് ഈ ഒരു മോഡലൊക്കെ നമ്മൾ ജനിക്കുന്നതിനേക്കാളും മുമ്പൊക്കെ ഡിസ്കണ്ടിന്യൂ ചെയ്തൊക്കെ ഇവരിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇതുപോലെ ഓഫ് റോഡ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഉപയോഗിക്കുന്നത്. റഷ്യൻ രാജ്യങ്ങൾ, അതുപോലെ തന്നെ ഈ അസർബൈജാൻ, USSRൽ വരുന്ന പണ്ടത്തെ രാജ്യങ്ങളിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ മലമ്പ്രദേശത്തിലൊക്കെ ഉപയോഗിക്കുന്നൊരു കാറാണ്. ഡെയിലി കമ്മ്യൂട്ടിന് വേണ്ടി ഉപയോഗിക്കുന്നൊരു കാറാണ്. ഇത് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റുന്നില്ല. ഇതൊക്കെ മൊത്തം ഓഫ് റോഡാണ്. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ കണ്ടോ, ചെളിയാണ് ശരിക്കും, ഭയങ്കര ചെളിയാണ്. ഇവിടെ ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പൈസ കൊടുത്ത റോഡ് വരും. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ഈ ഒരു രീതിയിൽ തന്നെ ഒരു മെയിൻറ്റെയിൻ ചെയ്തേക്കാണ്, ഈ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട്.
ബട്ട് സ്റ്റില് ബാക്കിൽ രണ്ടുപേർക്ക് അത്യാവശ്യം നല്ല വിശാലമായിട്ട് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ ഇതിൽ. നമ്മൾ പോകുന്ന വഴി കണ്ടോ, നമ്മുടെ നാട്ടിലുള്ള കണ്ടം ഉഴുതിട്ടേക്കുന്ന പോലത്തെ ഒരു വഴി കൂടിയാട്ടോ നമ്മൾ പോകുന്നത്. കണ്ടോ, മൊത്തം ഉഴുത് മറിച്ചിട്ടേക്കുന്ന പോലുള്ള റോട്ടിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. സാധാക്കാർ സിമ്പിളായിട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ, സിമ്പിളായിട്ട് ലാടാക്കാർ കയറി പോകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ലാഡാക്കാരുടെ ഒരു ഫാനായി മാറി എന്ന് പറയാം കേട്ടോ. ഇതൊരു SUV പോലത്തെ വണ്ടിയാണ്. ആ വരുന്നുണ്ട്, അതൊരു കാറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. മൊത്തം പശയുള്ള കളിമണ്ണിലൂടെയാണ് നമ്മൾ പോകുന്നത്. കാറ് സിമ്പിളായിട്ട് കയറി പോകുന്നത്, സിമ്പിളായിട്ട് കയറി പോകുന്നത്. സൂപ്പറായിട്ടാണ് അവിടെ ഡ്രൈവ് ചെയ്യുന്നത് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. നമ്മൾ ചെറിയ ഏരിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോവില്ലേ. ഇതൊക്കെ നോക്ക്, കംപ്ലീറ്റ് ചെളിയിലാണ് നിൽക്കുന്നത് കേട്ടോ. ചേട്ടാ സൂപ്പറായിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രാവൽ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി, ലാഡാ കാറിൻ്റെ ഫ്ലാൻസ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കാറിനെ കുറിച്ച് നിങ്ങളുടെ കമൻസ് എന്താണെന്ന് ഈ ഒരു വീഡിയോൻ്റെ താഴെ ഒന്ന് മെൻഷൻ ചെയ്യണേ. സത്യം പറഞ്ഞാൽ ഇതൊരെണ്ണം കിട്ടിയെങ്കിൽ നാട്ടിൽ വാങ്ങിയാൽ അടിപൊളിയായിരിക്കും. നമ്മുടെ താറൊന്നൊന്നുമല്ല ഈ ലാഡാ കാറിൻ്റെ മുമ്പിലിട്ടാണ്. ഈ ഒരു സ്വിച്ച് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഗ്ലാസ് കൊണ്ട് കയറി ഇറങ്ങി ചെയ്യട്ടോ. ഹായ് ഗൈസ്, ലാഡാ കാറുകൾ തന്നെ വരവുണ്ടോ? വേറെ ലെവലാണ് ഗൈസ് ലാഡാ കാർസ്. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ മഡ് വോൾക്കാനോയിലേക്ക് പോവാട്ടോ. ലാഡാ കാറിലാണ് പോകുന്നത്. റോഡ് കണ്ടോ, ഒളിഞ്ഞ് കിടക്കുന്ന റോഡിൽ കൂടിയാണ് ഈ ഒരു കാറിൽ കൂടി പോകുന്നത്. വേറെ ലെവല് വൈബ്. ഈ കാർ ഇത്രയും ഹൈ പെർഫോമൻസ് ഉള്ളൊരു കാറാണെന്ന് കരുതിയില്ല. നെക്സ്റ്റ് ലെവൽ. ഹായ് ഗൈസ്, അഡ്വഞ്ചർ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ അസർബൈജാൻ വരികയാണെന്നുണ്ടെങ്കിൽ മഡ് വോൾക്കാനോയിൽ ഈ ഒരു ലാഡാ കാറിൽ, ഈ ചേട്ടൻ്റെ ലാഡാ കാറിൽ നിങ്ങൾ യാത്ര വേറെ ലെവൽ വൈകി. ധാരാളം ദൂരമുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ അല്ല, നമ്മൾ ഡ്രോപ്പ് ചെയ്ത സ്ഥലത്ത് നിന്ന് അത്യാവശ്യം നല്ല ദൂരമുണ്ട്. നമ്മൾ കുറേ ഇങ്ങനെ ഓഫ് റോഡ് വരുന്നു. പിന്നെ മൗണ്ടെയ്ൻസ് ആണ്, ചുറ്റും മൗണ്ടെയ്ൻസ് ആണ് കണ്ടോ.
lazımdır. Yoxsa bullshit qalmayacaq. Mənə kömək lazımdır. Əllə. മലയുടെ മണ്ടയ്ക്ക് പോണത് ഗൈസ് വേറെ ലെവലാണ്. കാറില് മലയുടെ മണ്ടയ്ക്ക് പോവട്ടെ ഗൈസ്, വേറെ ലെവല്. അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ മൈനസ് ആയിരിക്കും ടെമ്പറേച്ചർ വരുന്നത്. ചന്ദ്രനിലൊക്കെ പോയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ്. ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു മൈനസ് ആയിരിക്കും ടെമ്പറേച്ചർ. ഭയങ്കര തണുപ്പാണ്, നല്ല തണുപ്പ്. നമ്മൾ ഓൾറെഡി കാണിച്ചല്ലോ മഡൂൾക്കാനോ. കണ്ടോ, ഒരു ചന്ദ്രനിലൊക്കെ വരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ബട്ട് ഭയങ്കര സ്ലിപ്പറി ആട്ടോ, ഭയങ്കര സ്ലിപ്പറി ആയതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു ദൃശ്യം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടോ, ഇതാണ് മൺകൂൾക്കാനം. Aisha, do you like this place? Okay, I'll help you. I want to see you. Can you show your face? നോക്കട്ടെ, ശരിക്കും നോക്കട്ടെ, ഒരു ഫോട്ടോ എടുക്കാം. നമുക്ക് ലാഡാക്കാറിൽ മൗണ്ടെയിനൊക്കെ കണ്ടിട്ട് അങ്ങനെ നമ്മൾ മൗണ്ടെയിൻ വോൾക്കാനോ കണ്ടിട്ട് മലയിറങ്ങി കേട്ടോ ലാഡാക്കാറിൽ. വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ്. ലാഡാക്കാർ നമ്മൾ പോകുന്ന ലാദാക്കാർ ഒരു SUV മോഡലാണ്. ചില കാറുകൾ ഇതുപോലെ കാറ് പോലെ വന്നതൊക്കെ ചില ഭാഗത്തൊക്കെ സ്റ്റക്കായി നിൽക്കുന്നുണ്ട് കേട്ടോ. Hə, Safi.
Kalkan kalkabilirler. İkisi galip ama bir içine diyen biraz su tök soysun sonra. Olsun. Hanadan kalktım da. വോൾക്കാനോ കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ തിരിച്ച് ബാക്കുവിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പതുക്കെ ഫുഡ് കഴിച്ചിട്ട് ഇവിടെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങൾ പോകാനായിട്ടാണ് നമ്മുടെ പരിപാടി.